ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഇങ്ങനെ മൂന്നാമത്തെ ഗിയറിൽ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇവിടെ നമുക്ക് സൈഡ് ഒതുക്കാനായിട്ട് സെക്കൻഡ് കൊടുക്കണോ ഫസ്റ്റ് കൊടുക്കണോ? ഫസ്റ്റ് ഗിയറിലേക്ക് തേർഡിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ജെർക്ക് സാധാരണ സംഭവിക്കും, അത് വരത്തില്ല. ഇത് നമ്മളൊരു പ്രാക്ടീസിലൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് എന്നാൽ തേർഡ് ഗിയറിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുമ്പോൾ ജെർക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് എവിടെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്ന ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്, ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ട്. അതായത് നമ്മളൊരു വാഹനം ഒരു ഫോർത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് നമുക്ക് തേർഡ് ഗിയറിലേക്ക് വരാതെ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയുമോ? ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഫോർത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് വണ്ടി സ്ലോ ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് വണ്ടി സ്ലോ ചെയ്യാനായിട്ട് കഴിയുമോ? ഇത് ഡ്രൈവിംഗ് സംബന്ധിച്ചൊരു നല്ല ചോദ്യമാണ്. ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. കാരണം ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രൈവിംഗിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകും. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്യുന്നു. വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ഞാൻ വാഹനം ഇങ്ങോട്ടെടുത്തു. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് ഗിയർ ഇടുന്നതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലാത്തവർ കാണുക. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക. ഒരു 20 കിലോമീറ്റർ വേഗതയിൽ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ രണ്ടാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇനി വീണ്ടും ഞാൻ വണ്ടിക്ക് സ്പീഡാക്കുന്നു. നിങ്ങൾ നോക്കുക, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കുന്നു. ഇതേ ഞാൻ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ മൂന്നാമത്തെ ഗിയറിൽ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇവിടെ നമുക്ക് സൈഡ് ഒതുക്കാനായിട്ട് സെക്കൻഡ് കൊടുക്കണോ ഫസ്റ്റ് കൊടുക്കണോ? നിങ്ങൾ നോക്കിക്കേ, ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്ത് ഞാൻ ഇതുകൊണ്ട് എൻ്റെ വണ്ടി ഇതേ ഇവിടെ സ്ലോ ചെയ്തു. ഇവിടെ ഞാൻ സ്ലോ ചെയ്ത് എൻ്റെ വണ്ടി കയറ്റത്താണ് ഞാൻ നിർത്തിയത്. ഇവിടെ ഞാൻ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്ത് വണ്ടി സ്ലോ ചെയ്തപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, എൻ്റെ കാല് ബ്രേക്കിലേക്കൊന്നും വന്നില്ല. ഞാൻ ക്ലച്ച് ഡയറക്റ്റ് ചവിട്ടി കൊടുത്തിട്ടാണ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് വണ്ടി സ്ലോ ചെയ്തത്. അപ്പോൾ ഇവിടെ സ്ലോ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ച ഒരു ടെക്നിക്കുണ്ട്. എൻ്റെ വണ്ടിയുടെ വേഗത ഫസ്റ്റ് ഗിയറിൻ്റെ വേഗതയ്ക്ക് അനുപാതികമായിട്ട്, അതായത് തീർത്തും വണ്ടിയുടെ വേഗത കുറഞ്ഞപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി സൈഡിലേക്ക് നിർത്തിയത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഗിയറിലേക്ക് തേർഡിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ജെർക്ക് സാധാരണ സംഭവിക്കും, അത് വരത്തില്ല. ഇത് നമ്മളൊരു പ്രാക്ടീസിലൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പം ഞാൻ ഈ കയറ്റം ഇങ്ങനെ കയറി വന്നു, തേടിയിട്ട് കയറി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ വണ്ടി ഈ കയറ്റത്ത് സൈഡിലേക്ക് ഒതുക്കണം. അപ്പോൾ എനിക്ക് സെക്കൻഡ് ഗിയറിലേക്ക് വരാതെ ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് വരാൻ കഴിയും. എങ്ങനെയാണ്? നമ്മൾ പതിയെ തേർഡ് ഗിയറിൽ തന്നെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഇങ്ങോട്ട് വരുന്നു. ആക്സിലറേഷൻ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വണ്ടിയുടെ വേഗത അവിടെ കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ പതിയെ ക്ലച്ച് പിടിച്ചിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് സൈഡിലേക്ക് ചേർക്കുമ്പോൾ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും ജെർക്ക് വരത്തില്ല. എന്നാൽ തേർഡ് ഗിയറിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുമ്പോൾ ജെർക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് എവിടെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഞാനിങ്ങനെ വണ്ടി എടുത്തു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്തു. വീണ്ടും ഞാൻ തേർഡ് കൊടുത്തു. ഇപ്പോൾ തേർഡിൽ ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് വണ്ടി ഇവിടെ ഒതുക്കണം. ഞാൻ ഇങ്ങനെ തേർഡിൽ വരുവാണ്. ഞാനിത് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്തു. ക്ലച്ച് ചെയ്യുന്ന എടുത്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വന്നു. ഇങ്ങനെ നിങ്ങളിൽ പല ആൾക്കാരും ഗിയർ ഇടും. ഇത് നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ ഒരു വലിയ പോരായ്മയാണ്. കാരണം വണ്ടി സൈഡ് ഒതുക്കാനായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സംഭവിച്ചൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് കൊടുത്തു, സെക്കൻഡ് കൊടുത്തു, തേർഡ് കൊടുത്ത് നിങ്ങൾ വന്നത് ഒരു 30-35 കിലോമീറ്റർ വേഗതയിലാണ് വരുന്നത്. അങ്ങനെ വേഗതയിൽ വരുമ്പോൾ നമ്മൾ വണ്ടി സൈഡ് ഒതുക്കാനായിട്ട് ക്ലച്ച് അങ്ങോട്ട് പിടിച്ച് ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് ചെയ്യുന്ന എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരും. അപ്പോൾ എപ്പോഴാണെങ്കിലും നമ്മൾ ഫിഫ്ത്തിലായിക്കോട്ടെ, ഫോർത്തിലായിക്കോട്ടെ, തേർഡിലായിക്കോട്ടെ, നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഡയറക്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി സ്ലോ ആയിരിക്കണം. സ്ലോ ആയാൽ നിങ്ങൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തോ, ഒരു തരത്തിലുള്ള ജെർക്കും വരത്തില്ല. അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ സ്ലോ ആക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്,
കയറ്റത്താണെങ്കിൽ നമ്മൾ കയറി വരുന്ന സമയത്ത് ആക്സിലറേഷൻ അയക്കുമ്പോൾ തന്നെ വണ്ടിയുടെ വേഗത സ്ലോ ആകുന്നത് മനസ്സിലാക്കിയിട്ട് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്ത് സൈഡിലേക്ക് ഒതുക്കുക കയറ്റങ്ങളിലാണെങ്കിൽ. ഇനി നമ്മൾ ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്യണം. ആക്സിലറേഷൻ മാത്രം കുറച്ചെന്ന് കരുതി വണ്ടി സ്ലോ ആകില്ല. അവിടെ നമ്മൾ ബ്രേക്കിലേക്കും കൂടെ വന്ന് നമ്മൾ വണ്ടിയുടെ വേഗത കുറച്ചിട്ട് ഫസ്റ്റിലേക്ക് ഇടുക. ഓക്കെ, ഇനി നിങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അതായത് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഒരു 20 കിലോമീറ്റർ വേഗത കൊടുക്കുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഒരു 30 കിലോമീറ്റർ അടുത്ത വേഗത തേർഡിലേക്ക് ഇടുന്നു. ഓക്കെ, ഇങ്ങനെ തേർഡിൽ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ജംഗ്ഷൻ വന്നു. ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കണം. ഒരു ജംഗ്ഷൻ അടുത്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, ബ്രേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി ഈ ജംഗ്ഷൻ അടുത്ത് വരുന്നതിന് മുന്നമേ തന്നെ നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഇട്ടതുണ്ടോ, രണ്ട് സൈഡും നോക്കി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നോക്കിയിട്ട് നമ്മളിവിടെ ഇതുണ്ട് ഈ ടേൺ എടുക്കുകയാണ്. മനസ്സിലായി? അങ്ങനെ നിങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. അതിനെയാണ് അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് കൂടി കിട്ടും. ഇപ്പോൾ ഉദാഹരണം പറയാം, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാനിത് തേർഡ് ഗിയറിലേക്ക് ഇടുകയാണ്. ഓക്കെ, തേർഡ് ഗിയറിൽ ഇട്ടിപ്പോൾ ഞാൻ എൻ്റെ വാഹനം ഇങ്ങനെ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കയറി വരുന്നു. ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇതുണ്ടോ, ഇവിടെ ഒരു ചെറിയ കയറ്റം കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഞാനൊന്ന് ആക്സിലറേഷൻ അയച്ചിട്ട് ക്ലച്ച് പിടിച്ച് റണ്ണിങ് നിലനിർത്തി സെക്കൻഡ് ഗിയറിലേക്ക് അഡ്വാൻസ് ചെയ്തു. വീണ്ടും നമ്മളിങ്ങനെ സെക്കൻഡിൽ കയറി വരുന്ന സമയത്ത് കാല് കൊടുക്കുമ്പോൾ വണ്ടി കയറുന്നില്ലെങ്കിൽ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ക്ലച്ച് പിടിച്ചു, ഫസ്റ്റ് കൊടുത്തു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. കണ്ടോ? അപ്പോൾ നമ്മൾ ക്രമത്തിൽ ഗിയർ ഡൗൺ ചെയ്യുന്നത് കൊണ്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരത്തില്ല. കാരണം നമ്മൾ ആ പ്രോപ്പറായിട്ട് ആ ചെറിയ റണ്ണിങ്, അതായത് ഓരോ ഗിയറിലേക്ക് ഡൗൺ ചെയ്യേണ്ട പ്രോപ്പർ ടൈമിങ്ങും വണ്ടിയുടെ വേഗതയും മനസ്സിലാക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് സെക്കൻഡിലേക്ക് ഇടുന്നു, വീണ്ടും ഞാനിത് തേർഡിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പം മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ എൻ്റെ വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വണ്ടി ഒന്ന് സ്ലോ ചെയ്യുന്നു, പുറകിൽ നിന്നൊരു വണ്ടിയുണ്ട്, അവരെ കയറ്റി വിടാം. ഓക്കെ, ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ്. വീണ്ടും വണ്ടിക്ക് സ്പീഡാക്കുന്നു, ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്യും, ഫിഫ്ത്തിലേക്ക് ഇടുന്നു. അപ്പോൾ അഞ്ചാമത്തെ ഗിയർ വരെ നമ്മൾ വന്നു. അപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുവാണ്. അപ്പോൾ എൻ്റെ കാലം ഇങ്ങനെ ബ്രേക്ക് വരുന്നു. അപ്പോൾ മുന്നിൽ പോകുന്ന വാഹനം സ്ലോ ആയെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ വണ്ടി ഫിഫ്ത്തിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരത്തെ തന്നെ ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ വീണ്ടും ഇവിടെ മുന്നിലേക്ക് ഒരു കയറ്റമാണെന്ന് മനസ്സിലാക്കി ബ്രേക്ക് ബാലൻസ് ചെയ്ത് വണ്ടിയുടെ വേഗത കുറയ്ക്കുകയാണ്. ഒരു 30 കിലോമീറ്ററിനോട് അടുത്ത് വരും. ഇപ്പോൾ ഫോർത്തിലാണ് വരുന്നത്. സ്ലോ ചെയ്ത് തേർഡിലേക്ക് ഇടുന്നു. വീണ്ടും വണ്ടിയുടെ വേഗത ഒരു 20 കിലോമീറ്ററിന് അടുത്ത് വരുമ്പോൾ കയറ്റമാണ്, സെക്കൻഡിലേക്ക് ഇടുന്നു. കണ്ടോ? അപ്പോൾ സെക്കൻഡിലേക്ക് ഇങ്ങനെ കയറി വരുന്നു. ഇനി എൻ്റെ വണ്ടി ഇവിടെ തീർത്തും സ്ലോ ആവുകയാണ്, ജംഗ്ഷനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, ഹാഫ് ക്ലച്ച് ആക്സിലറേഷൻ ബാലൻസ് ചെയ്ത് ജംഗ്ഷനിൽ ലെഫ്റ്റും റൈറ്റും നോക്കിയിട്ട് നമ്മൾ വാഹനം പതിയെ എടുക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ പ്രോപ്പർ ടൈമിങ്ങിൽ അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പം നിങ്ങൾക്ക് ഡൗൺ ഷിഫ്റ്റിങ്ങിനെ കുറിച്ചൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക, ഞാൻ തീർച്ചയായിട്ടും ചെയ്തിടാം. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അടുത്ത് ചെയ്തിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പ്രോപ്പർ ടൈമിങ്ങിൽ കിട്ടത്തുള്ളൂ. ഒട്ടുമിക്ക നമ്മുടെ ചാനലിൽ ചെയ്തിരുന്ന വീഡിയോകളും ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് പ്രയോജനം ചെയ്യുന്ന കണ്ടൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാൻ ഇത്തരത്തിൽ പറഞ്ഞിടുന്ന അറിവുകൾ നിങ്ങൾക്ക് പ്രോപ്പർ ടൈമിങ്ങിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.